ശാന്തി 22/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതായത് ആരാണോ ദേവീ ദേവതാ ധർമ്മത്തിലേത്, ശിവന്റെ അഥവാ ദേവതമാരുടെ പൂജാരികൾ, അവർക്ക് ആദ്യം ജ്ഞാനം നൽകൂ. ചോദ്യം: ബാബയുടെ ഏതൊരു കർത്തവ്യം ഒരു മനുഷ്യനും ചെയ്യുവാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? ഉത്തരം: മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിക്കുന്നതിൻ്റെ കർത്തവ്യം ഒരു ബാബയുടേതാണ്. മനുഷ്യന് വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുവാൻ സാധിക്കില്ല. കാരണം എല്ലാവരും വികാരിയാണ്. ശാന്തിയുടെ സ്ഥാപന ഉണ്ടാകുന്നത് ബാബയെ അറിയുകയും പവിത്രമാവുകയും ചെയ്യുമ്പോഴാണ്. ബാബയെ അറിയാത്തത് കാരണം അനാഥരായിരിക്കുന്നു. ഗീതം: നിന്റെ വീഥിയിൽ മരിക്കണം. ഓം ശാന്തി. ഓം ശാന്തി എന്നതിൻ്റെ അർത്ഥവും ഓരോ നിമിഷവും പറഞ്ഞു തരേണ്ടി വരും. കാരണം ഓം ശാന്തിയുടെ അർത്ഥം ആരും അറിയുന്നില്ല. മന്മനാഭവ, അതായത് പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ എന്ന് അടിക്കടി പറയേണ്ടി വരുന്നത് പോലെ. ഓം എന്നാൽ ഭഗവാൻ എന്നാണ് ഓമിൻ്റെ അർത്ഥം പറയുന്നത്. ബാബ പറയുന്നു, ഓം എന്നാൽ ഞാൻ ആത്മാവ്, ഇത് എൻ്റെ ശരീരം. പരംപിത പരമാത്മാവും ഓം എന്ന് പറയുന്നു. ഞാനും ആത്മാവാണ്, പരംധാമത്തിൽ വസിക്കുന്നവനാണ്. ആത്മാക്കളായ നിങ്ങൾ ജനന മരണത്തിൻ്റെ ചക്രത്തിൽ വരുന്നു, ഞാൻ വരുന്നില്ല. പിന്നെ ഞാൻ തീർച്ചയായും സാകാരത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ സാരം കേൾപ്പിക്കുവാൻ മറ്റാർക്കും ഇത് മനസ്സിലാക്കിച്ച് തരുവാൻ സാധിക്കില്ല. അഥവാ നിശ്ചയമില്ല എങ്കിൽ മുഴുവൻ വിശ്വത്തിലും അലഞ്ഞു തിരിയണം, അന്വേഷിക്കണം. തൻ്റെയും സൃഷ്ടിയുടെയും ആദ്യം മധ്യ അന്ത്യത്തിൻ്റെ നോളജ് നൽകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. പരംപിത പരമാത്മാവിനല്ലാതെ സൃഷ്ടി ചക്രത്തിൻ്റെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ആർക്കും പറഞ്ഞു തരാൻ സാധിക്കില്ല. ആർക്കും രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. പതീതരെ പാവനമാക്കാൻ സാധിക്കില്ല. ഏറ്റവും ആദ്യം ദേവീ ദേവതമാരുടെ പൂജാരിയായി ആരെല്ലാം ഉണ്ടോ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പ്രയത്നിക്കണം. ആദി സനാതന ദേവീ ദേവത ധർമ്മത്തിലുള്ളവർ തന്നെയാണ് പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തത്. അവർക്ക് തന്നെയാണ് നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നീട് വരുന്നവർക്ക് 84 ജന്മം എടുക്കുവാൻ സാധിക്കില്ല. ആരാണോ ദേവതന്മാരുടെ പൂജാരി ആയിരിക്കുന്നത്, ആര് ഗീത പഠിച്ചിട്ടുണ്ടാകുമോ അവരായിരിക്കും ഇത് കേൾക്കുന്നത്. ഗീതയിൽ കേവലം ഈ ഒരു തെറ്റ് വരുത്തി ഭഗവാന് പകരം കൃഷ്ണന്റെ നാമം വെച്ചു. അപ്പോൾ ഗീത പഠിക്കുന്നവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. പരംപിത പരമാത്മാ ശിവനുമായി താങ്കൾക്ക് എന്ത് ബന്ധമാണുള്ളത് എന്ന് ചോദിക്കണം. ആ ഒന്നിനെ ഭഗവാൻ എന്ന് പറയും. ശ്രീകൃഷ്ണനാണെങ്കിൽ ദൈവിക ഗുണങ്ങളുള്ളവനാണ്. കൃഷ്ണന് ദൈവിക രാജധാനി ഉണ്ടായിരുന്നു. അതിൽ എല്ലാവരും ദൈവീ ഗുണങ്ങൾ ഉള്ളവരായിരുന്നു. ഇപ്പോൾ അവർ തന്നെ പൂജ്യനിൽ നിന്നും പൂജാരിയായിരിക്കുന്നു. അപ്പോൾ പരിശ്രമിച്ച് ആദ്യം ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരെ ഉയർത്തണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ആരാണോ ശിവന്റെ പൂജാരിയായിരിക്കുന്നത് അവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. ശിവൻ തീർച്ചയായും വരുന്നുണ്ട്. അതിനാലാണ് ശിവന്റെ ജയന്തി ആഘോഷിക്കുന്നത്. അത് പരംപിത പരമാത്മാവാണ്. തീർച്ചയായും വന്ന് രാജയോഗം പഠിപ്പിച്ചിട്ടുണ്ടാകും. മറ്റൊരു മനുഷ്യനും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. കൃഷ്ണനെയോ ബ്രഹ്മാവിനെയോ ഭഗവാൻ എന്ന് പറയുവാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബ തന്നെയാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരം ആയത് കാരണം സർവരുടെയും ശിക്ഷകനുമാണ്. സൃഷ്ടിയുടെ ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ
ഹിസ്റ്ററി, ജോഗ്രഫി മറ്റാരും അറിയുന്നില്ല. ബാബ പറയുന്നു, എന്നെ ജ്ഞാനത്തിൻ്റെ സാഗരം, ചൈതന്യ ബീജരൂപം എന്നും പറയുന്നു. ഇത് തലകീഴായ വൃക്ഷമാണ്. അതിൻ്റെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ആ ബീജത്തിൻ്റെ അടുക്കൽ തന്നെ ഉണ്ടാകും. അതിനാൽ എന്നെ ജ്ഞാനത്തിൻ്റെ സാഗരം, ഓൾമൈറ്റി അതോറിറ്റി എന്ന് പറയുന്നു. എന്ത് അതോറിറ്റിയാണ്? സർവ വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ഗ്രന്ഥങ്ങളെയും ആദിയായ സർവ്വതും അറിയുന്നു. നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആ ശാസ്ത്രങ്ങൾ കേൾപ്പിക്കുന്നവർ പറയുന്നു, കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണ്. എന്നാൽ അങ്ങനെ ആവുക സാധ്യമല്ല. ഇത് വെറൈറ്റി ധർമ്മങ്ങളുടെ മനുഷ്യ സൃഷ്ടിരൂപി വൃക്ഷമാണ്. അതിൻ്റെ ആയുസ് ഭാഗവതത്തിൽ നീണ്ടതാക്കി എഴുതിയിരിക്കുന്നു. ഇനി ഭാഗവതം ധർമ്മശാസ്ത്രമൊന്നുമല്ല, ഗീതയാണ് ധർമ്മശാസ്ത്രം. അതിലൂടെ ദേവി ദേവതാ ധർമ്മം സ്ഥാപിതമായി. ബാക്കി ഭാഗവതം, മഹാഭാരതം തുടങ്ങിയവയിലൂടെ ധർമ്മമൊന്നും സ്ഥാപിതമാകുന്നില്ല. അവരാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ ഹിസ്റ്ററി എഴുതിയിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നിങ്ങൾ ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തത്. സത്യയുഗത്തിൽ കേവലം ഭാരതം തന്നെയാണ് ഉണ്ടായിരുന്നത്, മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഭാരതം തന്നെയാണ് സ്വർഗമായിരുന്നത്. ഭാരതം തന്നെയാണ് ഉയർന്നതിലും ഉയർന്നതായി പാടപ്പെടുന്നത്. പിന്നെ പരംപിത പരമാത്മാ ശിവന്റെ ബർത്ത് പ്ലേസ് ആണ്. ആ ഒന്ന് വന്ന് പതീതരെ പാവനമാക്കുന്നു. ശിവന്റെ പൂജയും ഇവിടെയാണ് നടക്കുന്നത്. ജയന്തിയും ഇവിടെയാണ് ആഘോഷിക്കുന്നത്. തീർച്ചയായും പതീത ലോകത്തിൽ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. എല്ലാവരും വിളിക്കുന്നുണ്ട്, പതീത പാവന വരൂ എന്ന്. ഭാരതം പാവനമായിരുന്നു. പിന്നെ 84 ജന്മങ്ങളുടെ ചക്രം കറങ്ങി. ആരാണോ പാവനവും സ്വർഗവാസിയും ആയിരുന്നത്, ഇപ്പോൾ അവർ നരകവാസിയും പതീതവുമായിരിക്കുന്നു. പാവനമാക്കിയത് ശിവബാബയാണ്, പതീതമാക്കിയത് രാവണനാണ്. ഈ സമയത്ത് രാവണന്റെ രാജ്യം തന്നെയാണ്. ഓരോ നരനിലും നാരിയിലും 5 വികാരങ്ങളുണ്ട്. സത്യയുഗത്തിൽ വികാരങ്ങൾ ഉണ്ടായിരുന്നില്ല, നിർവികാരിയായിരുന്നു. ഇപ്പോൾ പതീതമാണ്. അതിനാലാണ് വിളിക്കുന്നത്, വരൂ, വന്ന് നമ്മളെ വീണ്ടും പാവനമാക്കൂ. സത്യയുഗത്തിൽ നമ്മൾ പാവനമായിരുന്നു. 21 ജന്മം രാമരാജ്യത്തിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ രാവണ രാജ്യമാണ്. എല്ലാവരും വികാരികളാണ്. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇത് ആദിമധ്യ അന്ത്യം ദുഃഖം നൽകുന്നു. ഇപ്പോൾ ഇതിൻ്റെ മേൽ ജയം നേടി പാവനമാകൂ. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി പാപം ചെയ്തു. ഏറ്റവും തമോ പ്രധാനമായിരിക്കുന്നു. ആത്മാവിൽ കലർപ്പ് ചേർന്നു. ആദ്യം ഗോൾഡൻ ഏജ് ആയിരുന്നു, പിന്നെ സിൽവർ ഏജ്, പിന്നെ കോപ്പർ. കലർപ്പ് ചേർന്ന് പടി ഇറങ്ങി വന്നു. ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. സത്യയുഗത്തിൽ 8 ജന്മം, പിന്നെ ത്രേതായിൽ 12 ജന്മം. പിന്നെ അതേ ഭാരതവാസികൾ ചന്ദ്രവംശി, വൈശ്യവംശി ആകുന്നു. ആത്മാവ് ഇംപ്യൂർ ആകുന്നു. ബാബു പറയുന്നു, ഞാൻ വന്ന് കൽപ്പകൽപ്പങ്ങളിൽ ഭാരതത്തെ സ്വർഗമാക്കുന്നു, പിന്നെ രാവണൻ നരകമാക്കുന്നു. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ജ്ഞാനസാഗരം ശിവബാബയാണല്ലോ. ഉയർന്നതിലും ഉയർന്ന ശിവൻ സർവർക്കും പൂജ്യനാണ്. ഏറ്റവും ആദ്യം ആ ഒന്നിൻ്റെ പൂജ നടക്കുന്നു. ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ്. തീർച്ചയായും ആ ഒന്നിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു. ഭാരതവാസികൾ മറന്നുപോയി. ഭഗവാൻ എന്ന് ഒരു നിരാകാരനെ തന്നെയാണ് പറയുന്നത്. ആ ഒന്നിനെ മനുഷ്യർ ഓർമ്മിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഭഗവാൻ തന്നെ ഭഗവാനാണ് എന്നല്ല. ഒരു ഭാഗത്ത് ഭഗവാനെ ഓർമ്മിക്കുകയും ചെയ്യുന്നു, പിന്നെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് പറയുന്നു സർവവ്യാപിയാണ്,
പിന്നെ പറയുന്നു പതീത പാവന വരൂ എന്ന്. ബാബ വന്ന് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണർക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണർ കുടുമിയാണല്ലോ. ബ്രാഹ്മണർക്കും ഉപരിയായി ശിവൻ വിരാട് രൂപത്തിൽ ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരെ കാണിക്കുന്നു. ബ്രാഹ്മണരുടെ പേര് തന്നെയില്ല, കാരണം ബ്രാഹ്മണർ വികാരിയാണ് എന്ന് കാണുന്നു. പിന്നെ ദേവതമാരേക്കാൾ ഉത്തമം എന്നെങ്ങനെ പറയും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ബ്രാഹ്മണ ദേവി ദേവതായ നമ എന്ന് പാടുന്നു. ആക്യുറേറ്റായി ആരും അറിയുന്നില്ല ഇവരുടെ രാജ്യം എപ്പോഴുണ്ടായിരുന്നു, സ്വർഗം എപ്പോൾ മുതലാണ് വന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ വന്ന് ബ്രഹ്മാവിലൂടെ സ്വർഗത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നു, ശങ്കറിലൂടെ നരകത്തിൻ്റെ വിനാശം ചെയ്യിക്കുന്നു. മഹാഭാരത യുദ്ധവും നടന്നിരുന്നല്ലോ, അതിലൂടെ സ്വർഗത്തിൻ്റെ ഗേറ്റ് തുറന്നിരുന്നു. പാടുന്നുണ്ട്, പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഈ രുദ്രജ്ഞാനയജ്ഞത്തിലൂടെ വിനാശജ്വാല പ്രജ്വലിതമായി എന്നും കാണിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ അതേ പാർട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 5000 വർഷം മുമ്പും യുദ്ധം നടന്നിരുന്നു. അപ്പോൾ പതീത ലോകത്തിൻ്റെ വിനാശമുണ്ടായിരുന്നു. ഗീതയുടെ ജ്ഞാനം എപ്പോഴാണോ കേൾപ്പിക്കുന്നത് അപ്പോൾ പറയുന്നു 3 സേനകൾ ഉണ്ടായിരുന്നു. യൂറോപ്പ് വാസി യാദവ സേന, അവർ സയൻസിലൂടെ മൂസൽ കണ്ടുപിടിച്ചു. ഗീത ഉച്ചരിച്ചിട്ട് പൂർണ്ണമായും 5000 വർഷമായി. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ 3 സേനകളും ഇപ്പോഴുമുണ്ട്. വിനാശകാലെ വിപരീത ബുദ്ധി, അതായത് പരംപിത പരമാത്മാവിനോട് വിപരീത ബുദ്ധി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അറിയുന്നില്ല, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും പ്രീതിയില്ല. സർവരുടേതും വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. ബാക്കി നിങ്ങൾ പാണ്ഡവരുടേതാണ് പ്രീത ബുദ്ധി. നിങ്ങൾ ശിവ് ബാബയെ തന്നെ ഓർമ്മിക്കുന്നു. ശിവ് ബാബ നമുക്ക് 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. നിങ്ങളുടേത് ശിവ് ബാബയുമായി പ്രീത ബുദ്ധിയാണ്. ബാക്കി ആരും ബാബയെ അറിയുന്നില്ല. അപ്പോൾ 3 സേനകളായല്ലോ. നിങ്ങൾ പാണ്ഡവ സേനയാണ്. വിനാശകാലം തന്നെയാണ്. നിങ്ങൾക്കറിയാം, മൃത്യു മുന്നിൽ നിൽക്കുന്നു. ശിവ് ബാബ പറയുന്നു, നിങ്ങൾ പവിത്രമാകും എങ്കിൽ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകും. സത്യയുഗത്തിൽ ഒരേ ഒരു ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നു, മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മറ്റെല്ലാ ധർമ്മവുമുണ്ട്, ബാക്കി ആദി സനാതന ദേവീ ദേവതാ ധർമ്മമില്ല. സ്വയം ദേവീ ദേവന്മാരായി മനസ്സിലാക്കുന്നതേയില്ല. നമ്മൾ പതീതമാണ് എന്ന് പറയുന്നു. ദേവതമാരുടെ മുന്നിൽ മഹിമ പാടുന്നു. നിങ്ങൾ സർവഗുണ സമ്പന്നവും 16 കല സമ്പൂർണവുമാണ്. നമ്മൾ വികാരിയാണ് എന്ന് സ്വയം പറയുന്നു. നിർഗുണനായ എന്നിൽ ഒരു ഗുണവുമില്ല എന്ന് ബാബയെ ഓർമ്മിക്കുന്നു. നിങ്ങൾക്കും ഒരു ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ബാബയെ ഓർമ്മിക്കാതെ പാവനമാവുകയില്ല. അപ്പോൾ ഉയർന്ന പദവി നേടുകയില്ല. അപവിത്ര ലോകത്തിൻ്റെ വിനാശം എപ്പോഴുണ്ടാകുന്നു അപ്പോൾ തന്നെയാണ് ലോകത്തിൽ ശാന്തി ഉണ്ടാകുന്നത്. മനുഷ്യർ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു ഭാരതത്തിലും ലോകത്തിലും ശാന്തി ഉണ്ടാകാൻ. എന്നാൽ അതാകട്ടെ ഒരു ബാബയുടെ തന്നെ കാര്യമാണ്. മനുഷ്യർ വികാരികളാണ്. അവർക്ക് ശാന്തി എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും? ഓരോ വീട്ടിലും വഴക്കാണ്. ബാബയെ അറിയാത്തത് കാരണം പൂർണ്ണമായും അനാഥരായിരിക്കുന്നു. സത്യയുഗത്തിൽ പൂർണ്ണമായും പവിത്രത, സുഖം, ശാന്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ബാബ ആ പവിത്രതയും സുഖവും ശാന്തിയും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റാർക്കും ചെയ്യുവാൻ സാധിക്കില്ല. ഭാരതവാസികൾ ഇപ്പോൾ നരകവാസികളാണ്. എപ്പോഴാണോ സ്വർഗത്തിലായിരുന്നത് അപ്പോൾ പുനർജന്മവും സ്വർഗത്തിൽ എടുത്തിരുന്നു. ഇപ്പോൾ പതീതമാണ്. അതിനാൽ പതീത പാവനായ ബാബയെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ കുട്ടികൾക്കറിയാം
പാരലൗകിക ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ലൗകിക അച്ഛനിൽ നിന്നാണെങ്കിൽ പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. പാരലൗകിക പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഇത് വിവേകത്തിൻ്റെ കാര്യങ്ങളാണ്. ഇത് സത്സംഗമൊന്നുമല്ല. അതാണ് ഭക്തിമാർഗം. ഇതാണ് ജ്ഞാനമാർഗം. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു. ബാബ നമ്മളെ സ്വർഗവാസിയാക്കി മാറ്റുന്നു. ആരാണോ കഴിഞ്ഞ കൽപ്പത്തിൽ സ്വർഗവാസിയായത് അവർ തന്നെ ഇപ്പോഴാകും. ബ്രാഹ്മണൻ ആകാതെ ഒരിക്കലും ദേവതയാകാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. ഇപ്പോഴാണെങ്കിൽ ഭാരതത്തിൽ ഒരു കലയും അവശേഷിക്കുന്നില്ല. ആർക്കും അറിയാൻ കഴിയുന്നില്ല. കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നു. നിങ്ങളെ ബാബ ഇപ്പോൾ ഉണർത്തിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ സ്വർഗവാസിയാകുവാനായി വന്നിരിക്കുന്നു. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും അങ്ങനെയാക്കുവാൻ സാധിക്കില്ല. സ്വർഗം എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ്. നരകം എന്ന് പറയുന്നത് കലിയുഗത്തെയാണ്. യഥാ രാജാ റാണി തഥാ പ്രജ. ഇപ്പോൾ എല്ലാവരും വികാരത്തിലൂടെയാണ് ജനിക്കുന്നത്. ദേവതമാർ ഒരിക്കലും വികാരത്തിലൂടെ പുനർജന്മം എടുക്കുന്നില്ല. കുട്ടികൾ ഇപ്പോൾ ബാബയോട് പവിത്രമായിരിക്കുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ മുന്നോട്ട് പോകവേ തോറ്റു പോവുകയും ചെയ്യുന്നു. പിന്നെ സമ്പാദിച്ചത് ഇല്ലാതാകുന്നു. വളരെ ശക്തമായി മുറിവേൽക്കുന്നു. ആശ്ചര്യപൂർവം കേൾക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, പിന്നെ ഓടിപ്പോകുന്നവരാകുന്നു. സാക്ഷാത്കാരവും കാണുന്നു. എന്നാൽ സാക്ഷാത്കാരത്തിൽ മായ വളരെയധികം പ്രവേശിക്കുന്നു. റേഡിയോയിൽ അന്യോന്യമുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കില്ല. അതിനാൽ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്നു. ഇതും ഇങ്ങനെയാണ്. യോഗത്തിൽ മായ വിഘ്നമിടുന്നു. പ്രയത്നം മുഴുവൻ യോഗത്തിൽ തന്നെയാണ്. ഭാരതത്തിൻ്റെ പ്രാചീന യോഗം പാടപ്പെട്ടിട്ടുണ്ട്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു ബാബയോട് സത്യമായ പ്രീതി വച്ച് സത്യസത്യമായ പാണ്ഡവനാക്കണം. മൃത്യു മുന്നിൽ നിൽക്കുന്നു. അതിനാൽ പവിത്രമായി പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകണം. കാമമാകുന്ന മഹാശത്രു ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നതാണ്. അതിൻ്റെ മേൽ ജയം നേടി പാവനമാകണം. ഓർമ്മയിലൂടെ വികാരങ്ങളുടെ മാലിന്യം മാറ്റി ആത്മാവിനെ ഗോൾഡൻ ഏജ് ആക്കണം. വരദാനം: മർജീവ ജന്മത്തിൻ്റെ സ്മൃതിയിലൂടെ കർമ്മബന്ധനത്തെ സംബന്ധത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന പരോപകാരിയായി ഭവിക്കട്ടെ. ലൗകിക കർമ്മബന്ധനത്തിൻ്റെ സംബന്ധം ഇപ്പോൾ മർജീവ ജന്മം കാരണം ശ്രീമത്തിൻ്റെ ആധാരത്തിൽ സേവനത്തിൻ്റെ സംബന്ധത്തിൻ്റെ ആധാരമാണ്. കർമ്മബന്ധനമല്ല, സേവനത്തിൻ്റെ സംബന്ധമാണ്. സേവനത്തിൻ്റെ സംബന്ധത്തിൽ വെറൈറ്റി പ്രകാരത്തിലുള്ള ആത്മാക്കളാണ് എന്ന ജ്ഞാനം ധാരണ ചെയ്ത് നടക്കുകയാണെങ്കിൽ ബന്ധനത്തിൽ ബുദ്ധിമുട്ടുകയില്ല. എന്നാൽ അതിപാപാത്മാവും അപകാരിയുമായ ആത്മാവിനോട് പോലും വെറുപ്പിന് പകരം ദയാഹൃദയരായി ദയയുടെ ഭാവന വെച്ചുകൊണ്ട് സേവനത്തിൻ്റെ സംബന്ധമായി മനസ്സിലാക്കി സേവനം ചെയ്യുകയാണെങ്കിൽ പ്രസിദ്ധരായ വിശ്വമംഗളകാരിയും പരോപകാരിയുമായി പാടപ്പെടും. സ്ലോഗൻ: സമയമോ പരിതസ്ഥിതിയോ അനുസരിച്ചാണ് വൈരാഗ്യം വന്നതെങ്കിൽ ഇതും അല്പകാലത്തെ വൈരാഗ്യമാണ്. സദാകാലത്തെ വൈരാഗിയാകൂ. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ഏതെങ്കിലും പ്രകാരത്തിലുള്ള വിഘ്നമോ സമസ്യയോ മായയുടെ യുദ്ധമോ യുദ്ധമല്ല, എന്നാൽ കളിക്ക് സമാനം അനുഭവപ്പെടണം.
അപ്പോൾ കളിയായി മനസ്സിലാക്കുന്നതിലൂടെ സന്തോഷത്തോടെ മറികടക്കും. അവസ്ഥ ഏകരസമായി ഇരിക്കുകയും ചെയ്യും. എന്നാൽ അഥവാ ഇതിനെ യുദ്ധമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഭയപ്പെടുകയും ചഞ്ചലതയിൽ വരികയും ചെയ്യും. മായയുടെ ജോലിയാണ് വരുക എന്നത്. താങ്കളുടെ ജോലിയാണ് വിജയിയാവുക എന്നത്. ഓം ശാന്തി. മെഡിറ്റേഷൻ. സ്വയം ദേഹത്തിൽ നിന്നും വേറിട്ട ശക്തിയായ ആത്മാവാണ് ഞാൻ എന്ന് നിശ്ചയം വരുത്തൂ. സ്വയം തന്നോട് തന്നെ സംസാരിക്കൂ. ഞാൻ ആത്മാവ് ഒരു പ്രകാശ ബിന്ദുവാണ്. തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. ഈ ശരീരത്തിലെ കർമ്മേന്ദ്രിയങ്ങളുടെ അധികാരിയാണ്. എൻ്റെ നിജ സ്വഭാവം ശാന്തിയാണ്. എൻ്റെ നിജധാമം ശാന്തിയുടെ ധാമമാണ്. ഞാൻ ആത്മാവ് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ആ ശാന്തിധാമത്തിലേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ പരമപിതാവായ ശിവപരമാത്മാവിൻ്റെ ദിവ്യ നിവാസസ്ഥാനമായ ശാന്തിധാമത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. ശാന്തി സാഗരമായ ശിവപരമാത്മാവിൻ്റെ സന്താനമായ ഞാൻ ശാന്തി സാഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ പ്രാപ്തമാക്കി ശാന്തിയുടെ നിറവിൻ്റെ ധന്യതയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഉള്ളിൽ ശാന്തിയുടെ ശക്തി ഞാൻ അനുഭവിക്കുന്നു.
ശാന്തിയുടെ സാഗരമായ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ശാന്തിയുടെ ശക്തിയുടെ എത്ര സുന്ദരമായ അനുഭവം ഉണ്ടാവുകയാണ്. എനിക്ക് നാല് ചുറ്റിലും ശാന്തി തന്നെ ശാന്തിയാണ്. പ്രകാശം തന്നെ പ്രകാശമാണ്. പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ആത്മ അനുഭൂതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ ശാന്തിയുടെ ദിവ്യ അനുഭവം നേടിക്കൊണ്ട് ഞാൻ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നു. എനിക്ക് എൻ്റെ ഓരോ കർമ്മവും ശാന്തിയുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം. ശാന്ത സ്വരൂപ അവസ്ഥയിൽ ഓരോ കർമ്മവും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഓരോ കാര്യവും സഫലമാകുന്നു, സാർത്ഥകമാകുന്നു, ശ്രേഷ്ഠമാകുന്നു.